രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എഫ്ഐആറിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ചാണ് യുവതിയെ ബലാത്സംഗം ചെയ്തത്. 2 തവണ ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി. പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി. പിന്നീട് പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിച്ച് ദൃശ്യങ്ങൾ കാണിച്ച് ബലാത്സംഗം ചെയ്തതായും പരാതി. മെയ് 30-ന് കൈമനത്ത് വെച്ച് കാറിൽ കയറ്റി യുവതിക്ക് മരുന്ന് നൽകി. തുടർന്ന് രാഹുൽ വീഡിയോ കോളിൽ മരുന്ന് കഴിച്ചെന്ന് ഉറപ്പുവരുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഉള്ളടക്കമാണ് എഫ്ഐആറിൽ ഉള്ളത്. വലിയ രീതിയിലുള്ള പീഡനമാണ് അതിജീവിത നേരിട്ടത് എന്ന് മാത്രമല്ല, ഭ്രൂണഹത്യ ഏതു രീതിയിലാണ് രാഹുൽ നടപ്പിൽ വരുത്തിയത് എന്നുള്ളതും കൃത്യമായി തന്നെ എഫ്ഐആറിൽ പറയുന്നുണ്ടോ? രോഹിണി, തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് എഫ്ഐആറിൽ ലഭിക്കുന്നത്. അതായത് എഫ്ഐആർ ഭാരതീയ ന്യായ സംഹിത പ്രകാരം 64 ബലാത്സംഗ കുറ്റം, അതോടൊപ്പം തന്നെ 89 നിർബന്ധിത ഭ്രൂണഹത്യ, 316 വിശ്വാസവഞ്ചന, IT ആക്ട് പ്രകാരവും കേസെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ വിവിധ ആക്ടുകൾ പ്രകാരമാണ്, വിവിധ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടം ബലാത്സംഗം ചെയ്തത് 2 ഇടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. തിരുവനന്തപുരത്തും പാലക്കാടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചെന്നെത്തിച്ചാണ് ഈ ബലാത്സംഗം നടന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതിൽ തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് 2 തവണ ബലാത്സംഗം ചെയ്തു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ എഫ്ഐആറിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി എന്നതും പറയുന്നു. അതോടൊപ്പം തന്നെ ഇത് ഈ സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് യുവതിയെ ഭീഷണി മുഴക്കി. അതോടൊപ്പം തന്നെ പിന്നീട് പാലക്കാട് ഫ്ളാറ്റിലും എത്തിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് 2 സ്ഥലങ്ങളിൽ വെച്ച് 2 ഇടങ്ങളിലായി വെച്ച് വിവിധ സമയങ്ങളിൽ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഈ എഫ്ഐആറിൽ പറയുന്നത്. അതോടൊപ്പം 2025 മെയ് 30-ന് രാഹുലിൻ്റെ സുഹൃത്ത് വഴി ഈ ഗുളികകൾ യുവതിക്ക് എത്തിച്ചു. അത് കാറിൽ കയറ്റി യുവതിക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാറിൽ വെച്ച് തന്നെ ഈ ഗുളിക കഴിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഫോൺ വിളിച്ചുകൊണ്ട്, തുടർന്ന് രാഹുൽ മാങ്കൂട്ടം തന്നെ യുവതിയെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഗുളിക കഴിക്കാൻ ആവശ്യപ്പെടുന്നു, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഗുളിക കഴിപ്പിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്, എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എഫ്ഐആറിൽ പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന, മനുഷ്യ മനസാക്ഷി തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ഒരു നിയമസഭാ സാമാജികൻ ഒരു തെരുവ് ഗുണ്ടയെ പോലെ അല്ലെങ്കിൽ ഒരു ക്രിമിനലിനെ പോലെ പെരുമാറുന്ന രീതിയിലാണ് സമീപനം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഗുരുതരമായ രീതിയിൽ കുറ്റകൃത്യങ്ങളാണ് ഈ MLA-യുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതെല്ലാം കൃത്യമായി തന്നെ ഈ എഫ്ഐആറിൽ പറയുകയും ചെയ്തു. മനുഷ്യ മനസാക്ഷി തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എഫ്ഐആറിലെ തന്നെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് യുവതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട മൊഴി ഈ പരാതി നൽകിയതിനു ശേഷം അത് പിന്നീട് ADGPക്ക് കൈമാറുന്നു. ADGP തന്നെ അന്വേഷണത്തിന് റൂറൽ SP ചുമതലപ്പെടുത്തുകയും ചെയ്തു. ആദ്യം വലിയമല സ്റ്റേഷനിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് കേസിൻ്റെ നടന്ന സാഹചര്യവും നടന്ന സ്ഥലവും കണക്കിലെടുത്തുകൊണ്ടാണ് നേമം സ്റ്റേഷൻ പരിധിയിലാണ് ഈ ബലാത്സംഗം അടക്കം നടന്നത് എന്നതുകൊണ്ടാണ് തന്നെ നേമം സ്റ്റേഷൻ പരിധിയിലേക്ക് കേസ് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. തുടർന്നും രഹസ്യമൊഴി രേഖപ്പെടുത്തും എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നു. എന്തായാലും ഈ സംഭവം ഉണ്ടായതിനു ശേഷം യുവതി രഹസ്യമൊഴി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടം MLA കാണാനില്ല. രാഹുൽ മാങ്കൂട്ടം MLA മുങ്ങിയതായിട്ടാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിദേശത്ത് കടക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നതുകൊണ്ടാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത്. നേമം സ്റ്റേഷനിൽ നിന്നാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ രാഹുൽ മുൻകൂർ ജാമ്യത്തിലൊരു നീക്കം നടത്തിയിരുന്നു. ഹൈക്കോടതി അഭിഭാഷകനുമായി ബന്ധപ്പെട്ടൊരു നീക്കം നടത്തിയിരുന്നു. എന്തായാലും ഈ നീക്കങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും ഈ രാഹുലിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണവും ഊർജിതമായി നടക്കുന്നുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. രാഹുൽ സംസ്ഥാനം വിട്ടിട്ടുണ്ടാകുമെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഹുലിൻ്റെ മൊബൈൽ ഫോൺ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചും എല്ലാം അന്വേഷണം പുരോഗമിക്കുന്നു. ഏത് സാഹചര്യത്തിലും രാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതീവ ഗൗരവമായിട്ടുള്ള വിഷയമാണ് ഉണ്ടായിരിക്കുന്നത്. അതും ഒരു നിയമസാമാജികൻ എന്ന നിലയിൽ അപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ ചിന്തിച്ചാൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ക്രിമിനൽ കുറ്റം ചെയ്തത്.